ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഡ്രീം കേക്കാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ്. നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് ഡ്രീം കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ്സ് ആണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഫാമിലി സൈസ് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ക്രീം വരുന്നത് എടുക്കാം. ചോക്ലേറ്റ് ക്രീമോ വൈറ്റ് ക്രീമോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ക്രീം വരുന്ന ഓറിയോ ബിസ്ക്കറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു 11 ബിസ്ക്കറ്റ് നമുക്ക് മാറ്റാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 11 ഓറിയോ ബിസ്ക്കറ്റോളം നമുക്കൊരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യാം. ഈ മിക്സിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബേക്കിംഗ് സോഡ ഇടുമ്പം അധികം കൂടി പോകരുത്. 1/4 ടീസ്പൂൺ തന്നെ മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിക്കുമ്പം നമുക്ക് ഇങ്ങനെയാണ് ബാറ്റർ കിട്ടേണ്ടത്. നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. നമ്മളതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കേക്ക് ടിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രം, അതിപ്പോൾ ചോറ്റുപാത്രമോ ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതിയാവും. നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ എയർ ബബിൾസ് ഒന്നും ഇല്ലെന്നും കൂടെ ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയ ഒരു പാനിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിത് കറക്റ്റായിട്ട് ബേക്ക് ആയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബേക്ക് ആയെന്ന് അറിയാനായിട്ട് ഒരു സ്ക്വയർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ക്ലീൻ ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഈ ചൂടോടുകൂടി തന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് നല്ല കറക്റ്റായിട്ട് കേക്കിൻ്റെ സ്പോഞ്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ടിന്നാണ്, അല്ലെ ഒരു ബോക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടിന്നില്ലെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഈ സ്പോഞ്ച് റെഡിയാക്കി ആ വലുപ്പത്തിന് ഉള്ള ഒരു വട്ടപാത്രം എടുത്താൽ മതിയാവും. അല്ലെങ്കിൽ കേക്കിൻ്റെ ടിൻ തന്നെ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ബാറ്റർ സെറ്റ് ചെയ്ത സെയിം ടിന്നാണെങ്കിലും മതിയാവും. ഇനി നമുക്ക് നമ്മൾ മുന്നേ എടുത്ത് വെച്ചേക്കുന്ന ഈ കേക്കിൻ്റെ സ്പഞ്ച് ഈ പാത്രത്തിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. നമുക്കിവിടെ കറക്റ്റായിട്ട് ആ സെയിം പാത്രത്തിൻ്റെ അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ സ്പോഞ്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം തിളപ്പിച്ചാറിയ പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിൻ്റെ അളവിനൊത്ത് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ചിലേക്ക് നമുക്ക് ചെറിയ ചെറിയ ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ സ്പഞ്ച് ഒന്ന് ഈ പഞ്ചസാരയും പാലും കൂടെ ഉള്ള ആ മിക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആ ഹോളിലേക്ക് എത്തുന്ന രീതിയിൽ എല്ലായിടത്തേക്കും ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ നന്നായിട്ട് ഈ സ്പോഞ്ച് ഒന്ന് വെറ്റായി കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രിസ്മസ് ഡ്രീം കേക്കിൻ്റെ സെക്കൻഡ് ലെയർ തയ്യാറാക്കാനായിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് ഒരു 250 ml പാല് ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാലിലേക്ക് നമുക്കൊരു 4 ഓറിയോ ബിസ്ക്കറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിച്ചിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മുഴുവനായിട്ടാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് നല്ല തിക്കായിട്ടൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡയറി മിൽക്കിൻ്റെ ഒരു ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റിൽ ഏകദേശം ഒരു 6 പീസോളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത്രയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ചോക്ലേറ്റൊക്കെ നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ ക്രീമൊക്കെ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതിയാവും. ഇനി നമുക്കിത് കേക്കിൻ്റെ ടോപ്പിലേക്കൊന്ന് ലെയർ ചെയ്യാം. അപ്പം നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത ക്രീമിൻ്റെ ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിത് ഫ്രീസറിൽ ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഒന്ന് വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ കേക്ക് ഇരുന്ന് ഫ്രീസറിൽ ഇരുന്ന് സെറ്റാവുന്ന ടൈം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ 3rd ലെയർ ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ മുന്നേ മാറ്റി വെച്ചിരുന്ന ബാക്കിയുള്ള ഡയറി മിൽക്ക് എടുക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു 6 പീസ് ഡയറി മിൽക്ക് കൂടെ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു വൈറ്റ് ചോക്ലേറ്റ് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ലിൻഡിറ്റിൻ്റെ ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മൈക്രോവേവിലോ അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ വെച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചോക്ലേറ്റൊക്കെ ഏകദേശം ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഈ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ചോക്ലേറ്റ് ഒന്ന് ഈ കേക്കിൻ്റെ മുകളിലേക്കൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ലെയർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് 10-15 മിനിറ്റ് നേരം ഒന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ കേക്കിനുള്ള 4th ലെയർ ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ബാക്കി വന്നിരിക്കുന്ന നമ്മുടെ ഡയറി മിൽക്ക് തന്നെ നമ്മൾ എടുക്കുവാണ്. 5 പീസ് ചോക്ലേറ്റോളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ മൈക്രോവേവിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ എങ്ങനെ വേണേലും ചോക്ലേറ്റ് നിങ്ങൾക്ക് മെൽറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പൂൺ വെച്ച് തന്നെ നമ്മുടെ കേക്കിൻ്റെ മണ്ടയിലേക്ക് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ 5th ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഈ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കൊരു 1 തൊട്ട് 2 ടീസ്പൂൺ വരെ നമുക്ക് ഈ കേക്കിൻ്റെ മണ്ടയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ 1 ടീസ്പൂൺ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പോരെങ്കിൽ നമുക്ക് 1 ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അരിപ്പ വെച്ച് തന്നെ നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ക്രിസ്മസ് ഡ്രീം കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിനിമം 1 അവറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് നമുക്ക് ഇത് 1 അവർ കഴിയുമ്പോൾ എടുത്തിട്ട് നോക്കാം. അപ്പം നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് 1 അവർ കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമ്മുടെ ക്രിസ്മസ് ഡ്രീം കേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചൊന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറിയ ചിലവിൽ തന്നെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്രിസ്മസ് ഡ്രീം കേക്കാണിത്. ഈ ക്രിസ്മസിന് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റിയുമാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒന്നുമാണ്. അപ്പം ഈ ക്രിസ്മസിൻ്റെ ഡ്രീം കേക്ക് എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ ഗുഡ് ബൈ.